നമസ്കാരം. വല്ലാത്തൊരവസ്ഥ. നമ്മുടെ നാട്ടിലൊക്കെ മഴക്കാലമാകുമ്പോൾ മഡ്മസ എന്നൊക്കെ പറഞ്ഞിട്ട് ചെളിയിൽ കളി നടക്കാറുണ്ട്. ഏതാണ്ട് അതേ അവസ്ഥയുള്ളൊരു ഗ്രൗണ്ടിൽ വല്ലാത്തൊരു ഫീലായിരുന്നു അത്. വോൾസും ഗ്രിംസി ടൗണും തമ്മിലുള്ള FA കപ്പ് മത്സരമാണ്. ഗ്രിംസ്ബി ടൗണിൻ്റെ മൈതാനത്ത് മഴ പെയ്തിട്ട് ആകെ ചളിയും വെള്ളവും എല്ലാം കെട്ടിക്കിടക്കുന്നു. അവിടെയാണ് കളി നടന്നത്. ചളിയിൽ കുതിർന്നൊരു മത്സരം. എന്തായാലും 1-0 മത്സരം വിജയിച്ചു. സാന്റിയാഗോ ബ്യൂനോയുടെ 60-ാമത്തെ മിനിറ്റിലെ ഗോളിന് വോൾസ് ജയിച്ച് കയറി. ലോവർ ഡിവിഷൻ ടീമിനോട് ശരിക്കും ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ആ ബുദ്ധിമുട്ട് ഗ്രൗണ്ട് കണ്ടീഷനും കൊണ്ട് കൂടിയായിരുന്നു. എല്ലാം കൊണ്ടും ഇംഗ്ലീഷ് ഫുട്ബോൾ വളരെ മികച്ചതാണ്. അവിടുത്തെ കണ്ടീഷൻസ് വളരെ മനോഹരമാണ്. അവിടുത്തെ കണ്ടീഷൻസ് അത്യന്താധുനികമാണ് എന്നൊക്കെ ഇങ്ങനെ എഴുതി പിടിപ്പിക്കുന്നവരുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനത്തെ അവസ്ഥയൊക്കെ അവിടെയുണ്ട്. കാലാവസ്ഥയൊക്കെ എല്ലാവരെയും ബാധിക്കാം എന്നൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഗ്രിംസ്ബി ടൗണിനെ ഏകപക്ഷീയമായ ഒരു ഗോളിന് FA കപ്പിൻ്റെ 4th റൗണ്ടിൽ വോൾസ് തോൽപ്പിച്ച ഗ്രൗണ്ടിൻ്റെ അവസ്ഥയാണ് നമ്മൾ പറഞ്ഞത്. അതേസമയം മറ്റൊരു മത്സരം ആഴ്സണൽ അവരുടെ മികവ് അതുപോലെ തന്നെ തുടർന്നൊരു കാഴ്ച. ഏകപക്ഷീയമായ 4 ഗോളുകൾക്കാണ് അവർ വിജയിച്ചിരിക്കുന്നത്. അടുത്ത റൗണ്ടിലേക്ക് അവർ കടക്കുന്നു. വിഗാൻ അത്ലറ്റിക്കിനെതിരെയാണ് അവർ ഈ ഏകപക്ഷീയമായ 4 ഗോളിൻ്റെ വിജയം നേടിയിരിക്കുന്നത്. ബ്രസീലിയൻ താരങ്ങൾ ഗബ്രിയൽ ഹീസസും ഗബ്രിയൽ മാർട്ടിനെല്ലിയും ടീമിനായിട്ട് ഗോളടിച്ചു. കൂടാതെ മ്യൂഡേക്കിൻ്റെ ഒരു ഗോളുണ്ടായിരുന്നു. ശേഷിക്കുന്ന ഗോള് ഓൺ ഗോളായിരുന്നു. ഏതായാലും മത്സരത്തിൻ്റെ 11-ാമത്തെ മിനിറ്റിൽ മഡേക്കാണ് ആഴ്സണലിൻ്റെ ഗോളടി തുടങ്ങി വെച്ചത്. 19-ാമത്തെ മിനിറ്റിൽ മാർട്ടിനെല്ലിയുടെ ഗോളും വന്നു. പിന്നെ 23-ാമത്തെ മിനിറ്റിൽ എതിർ ടീം താരത്തിൻ്റെ ഓൺ ഗോള്. അവസാനം 27-ാമത്തെ മിനിറ്റിൽ തന്നെ ഗബ്രിയൽ ഹീസസിൻ്റെ ഗോളും വന്നതോടെ വിഗാൻ അത്ലറ്റിക്കിനെതിരെ വിജയിച്ചുകൊണ്ട് ആഴ്സണൽ മുന്നോട്ട്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.